രാജ്യത്ത് വീണ്ടും ഇന്ധനവില വർദ്ധിപ്പിച്ചു. പെട്രോൾ ലിറ്ററിന് 87 പൈസയും ഡീസൽ ലിറ്ററിന് 91 പൈസയുമാണ് കൂട്ടിയത്. 10 ദിവസത്തിനിടെ മൂന്നാം തവണയാണ് ഇന്ധനവില വർധന. ജ്യോതിഷ വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ ചേർന്നുണ്ട്. ജ്യോതിഷ, ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ തന്നെ 10 ദിവസത്തിനിടയിലാണ് ഈ വർധനവ്. 10 ദിവസത്തിനിടെ 3 വട്ടമാണ് ഈ വർധന വരുന്നത്. ഇതിൽ തന്നെ ആദ്യത്തേതൊരു ഗംഭീര വർധനവായിരുന്നു. 3 രൂപയോളം കൂട്ടി. പിന്നീട് ഈ പൈസക്കണക്കിനും കൂട്ടുന്നുണ്ട്. അങ്ങനെ ചുരുക്കത്തിൽ പശ്ചിമേഷ്യൻ പ്രതിസന്ധി രാജ്യത്തിന്റെ നട്ടല്ലൊടിക്കുന്നുണ്ട്, സാധാരണക്കാരുടെ നട്ടല്ലൊടിക്കുന്നുണ്ട്. തീർച്ചയായും ചെയ്തു. വീണ്ടും പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ മൂന്നാമത്തെ തവണയാണ് ഇതും കൂടെ എണ്ണവില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. പൊതുമേഖല എണ്ണ കമ്പനികൾ പെട്രോളും ഡീസലും ലിറ്ററിൽ ഒരു രൂപയിൽ താഴെയാണ് വില കൂട്ടിയിരിക്കുന്നത്. പുതുക്കിയ നിരക്കനുസരിച്ച് പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഈ മാസം ഇത് മൂന്നാമത്തെ തവണയാണ് പെട്രോളും ഡീസലുമായിട്ട് വില വർദ്ധിപ്പിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷവും ഹോർമുസിലെ പ്രതിസന്ധികളും തന്നെയാണ് അന്താരാഷ്ട്ര വിലയിൽ ഇത്തരത്തിലൊരു എണ്ണവില കുതിച്ചുയർന്നുള്ള കാരണമെന്ന് പറയുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായിട്ട് മാർക്കറ്റിലെ എണ്ണവില ബാരലിന് $113 മുതൽ $114 വരെയാണ് ഉയർന്നിരിക്കുന്നത്. മുൻപ് ഫെബ്രുവരിയിൽ ഭാരതത്തിൻ്റെ ക്രൂഡ് ഓയിൽ, അത് കേന്ദ്രത്തിൻ്റെ ക്രൂഡ് ഓയിൽ ബാസ്ക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത് ബാരലിന് $69 മാത്രമായിരുന്നു. എന്നാൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ 90%, അതായത് 90% എണ്ണ ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എണ്ണയുടെ വില കുതിച്ചു വരുന്നത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 2022 വലിയ രീതിയിൽ എണ്ണവില മാറ്റമില്ലാതെ തുടരുകയായിരുന്നു. 2024 ചെറിയ രീതിയിൽ മാത്രമാണ് എണ്ണ കുതിച്ചു വരുന്നുണ്ടായിരുന്നത്. എന്നാൽ 2022 ഒരു മാസത്തിനുള്ളിൽ തന്നെ 3 തവണ എണ്ണവില ഉയരുന്നത് വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആഗോള വിപണിയിൽ ചാഞ്ചാട്ടം, അതായത് ആഗോള വിപണി ഇത്ര എണ്ണവിലയിലുള്ള മാറ്റങ്ങൾ സംരക്ഷിക്കാനായിട്ട് മുൻപ് ദിവസേനയുള്ള വില ഉയർത്തൽ നിർത്തിവെച്ചിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു പ്രതിസന്ധി എന്നുള്ളത് വലിയ ഒരു വില, അതായത് പശ്ചിമേഷ്യൻ സംഘർഷത്തിലുള്ള ഈ പ്രതിസന്ധി എന്നുള്ളത് വലിയൊരു എണ്ണ വില വർധനവിനാണ് കാരണമായിക്കൊണ്ടിരിക്കുന്നത്. സേതു, ശരി. അപ്പം പശ്ചിമേഷ്യൻ പ്രതിസന്ധി അത് എന്ന് തീരുമെന്നുള്ള കാര്യമൊന്നും അറിയില്ല. പക്ഷേ ഇന്നലെ ഇപ്പം പ്രശ്നങ്ങളൊക്കെ ചെറിയതായിട്ട് മാറുന്നു, അതല്ലെങ്കിൽ ഒരു കരാറിലേക്കൊക്കെ എത്തുന്നു എന്ന സൂചനകളൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. കാരണം പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രി അദ്ദേഹം ഇറാനിൽ തന്നെ തുടരുകയാണ്. ഇന്നലെ അസിം മുനീർ ഇറാനിലോട്ട് പോയി. ഇപ്പോൾ ഇവരാണല്ലോ മീഡിയേറ്റേഴ്സ്, ഈ വിഷയത്തിൻ്റെ മീഡിയേറ്റേഴ്സ് പാകിസ്ഥാനാണ്. ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ സൈനിക മേധാവിയൊക്കെ ഇറാനിലേക്ക് പോയി പെട്ടെന്ന് തന്നെ ഒരു കരാറിലേക്ക് പോകുന്നു എന്ന തരത്തിൽ വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു. പിന്നീട് അത് അങ്ങോട്ട് പോയില്ല. ഇന്നലെ രാത്രിയൊക്കെ നമ്മൾ ആ വാർത്ത അറിഞ്ഞെങ്കിലും പിന്നീട് അക്കാര്യത്തിൽ ഒരു തുടർ നീക്കം ഒന്നും കണ്ടില്ല. പിന്നീട് സൂചനകളൊന്നും വന്നില്ല. എത്രയും വേഗം ഈ ഒരു പ്രശ്നം അവസാനിച്ചില്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വഷളാകും. പിന്നെ